ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितं स्यात्। ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीव तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपा तमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। योऽन्तः प्रविश्य ममाचमिमां प्रसुप्तां सञ्जीवयति अखिलशक्ति धरस्वदाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुहृदो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बजो राधा मदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपम्। परमानंद पाठाय प्रेमवर्षीयक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तुमे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 8ാമത്തെ അധ്യായം 18ാമത്തെ ശ്ലോകം മുതൽക്ക് കുന്തി സ്തുതി. 15 പ്രഭു? അല്ല 18. 18. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. കുന്തി സ്തുതി മുതൽക്കാണ്. 17 വരെ എടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പൊ കുന്തി സ്തുതിയാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഹരേ കൃഷ്ണ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കുന്തിയുവാച നമസ്തേ പുരുഷം സ്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാനന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീമതി കുന്തി ദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത ആദിമനായ പരമദിവ്യോത്തമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. സർവ്വതിന്റെയും അന്തർവർത്തിയായും ബാഹ്യവർത്തിയായും നിലകൊള്ളുന്നുവെങ്കിൽ തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. Srimati Kunti said, "Oh Krishna, I offer my obeisances unto you because you are the original personality and are unaffected by the qualities of the material world. You are existing both within and without everything, yet you are invisible to all." നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്തുതിയാണ്, ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതിയാണ്. നമ്മൾ ഇതിനു മുമ്പേയും സ്തുതി ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ആരാണ് സ്തുതിച്ചിരിക്കുന്നത്? പക്ഷെ അത്ര പ്രധാനപ്പെട്ട
ഇതല്ല, അധികം ശ്ലോകങ്ങളിലും സ്തുതിച്ചിട്ടില്ല. ആരാണ് ഇതിനു മുമ്പ് സ്തുതിച്ചിട്ടുള്ളത്? ശുഭസ്തുതി. ആരെ? ശുഭസ്തുതി. മനസ്സിലായില്ല? ശുഭസ്തുതി. ശുഭദൈവത്വം. അർജുനനും സ്തുതിച്ചിട്ടുണ്ട്. അർജുനൻ 3-4 ശ്ലോകത്തിൽ സ്തുതിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊന്നും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതിയാണ്. കുന്തി സ്തുതി ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെയാണ്. 10-25 ശ്ലോകങ്ങളിലാണ് ഈ സ്തുതി. ഭഗവാനെ പറ്റി സ്തുതിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, പുകഴ്ത്തുകയാണ് ഭഗവാനെ പറ്റിയിട്ട്. ഭഗവാനെ മനസ്സിലായി, ഭഗവാന്റെ ആ മഹത്വം, ശ്രേഷ്ഠത്വം മനസ്സിലാക്കിയിട്ട് കുന്തി മഹാറാണി ഭഗവാനെ സ്തുതിക്കുകയാണ്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഭഗവാൻ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞു. ഇവൻ പരീക്ഷിത് മഹാരാജാവിനെയും രക്ഷിച്ചു. അതിനുശേഷം ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന രഥത്തിൽ കയറി നിൽക്കുന്ന സമയത്താണ് കുന്തി മഹാറാണി അവിടെ വന്ന് അഭ്യർത്ഥിക്കുന്ന, വെറുതെ കുറച്ച് ദിവസം കൂടി നിൽക്കണം. ആ സമയത്ത് ചെയ്യുന്ന സ്തുതിയാണ് ഈ കുന്തി സ്തുതി. ഈ കുന്തി മഹാറാണി ആരാണ്? കുന്തിക്ക് കുന്തി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം, കുന്തി ഭോജ എന്നുള്ള രാജാവ് കുന്തി മഹാറാണിയെ ദത്തെടുത്തു. ശരിക്കുള്ള പേരെന്തായിരുന്നു? പ്രഥ എന്നായിരുന്നു അല്ലെ? ആരുടെ സഹോദരിയാണ്? വസുദേവരുടെ സഹോദരി. അതായത് വസുദേവരും കുന്തി മഹാറാണിയും ആരുടെ മക്കളാണ്? സൂരസേനന്റെ. അപ്പൊ സൂരസേനന്റെ മക്കളായിട്ടുള്ള വസുദേവരും കുന്തി മഹാറാണിയും സഹോദരന്മാർ. കുന്തി ഭോജൻ സൂരസേനന്റെ ഒരു കസിനായിട്ട് വരും. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം വാക്ക് കൊടുത്തു. സൂരസേനൻ വാക്ക് കൊടുത്തു, എന്റെ ആദ്യത്തെ കുട്ടിയെ അങ്ങക്ക് തരാം. അപ്പൊ അങ്ങനെ കുന്തി മഹാറാണിയെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോ കുന്തി മഹാറാണിയുടെ വളർത്തച്ഛനാണ് കുന്തി ഭോജ എന്നുള്ള. അതുകൊണ്ടാണ് പൃഥ എന്നുള്ള പേര് മാറ്റിയിട്ട് കുന്തി എന്നുള്ള പേര് വരാൻ കാരണം. കാരണം വെച്ചാൽ എപ്പോഴും പ്രഥ എന്ന് വിളിക്കുമ്പോൾ കുന്തിക്ക് എപ്പോഴും തൻ്റെ അച്ഛനെയും അമ്മയും ഓർമ്മ വരികയാണ്, സൂരസേനയും അമ്മയും. അപ്പൊ അതിന്ന് ഒരു രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, എപ്പോഴും തൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരെയും ഓർമ്മ വരുന്നു, അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രഥ എന്നുള്ള പേര് മാറ്റിയിട്ട് കുന്തിയാക്കിയത്. അങ്ങനെ കുന്തി ഭോജാവിന്റെ വളർത്തുപുത്രിയാണ് കുന്തി മഹാറാണി അല്ലേ? പക്ഷെ കുന്തി മഹാറാണി ഏകദേശം ഒരു 16-17 വയസ്സായ സമയത്ത് ദുർവാസ മുനിയെ നന്നായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ദുർവാസ മുനി അവിടെ വരുന്നു, കുന്തി ഭോജാവിന്റെ രാജ്യത്ത് വരുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും പേടിയായി. കാരണം എന്താണ്? അദ്ദേഹം പെട്ടെന്ന് ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടും, അതേപോലെ തന്നെ ശപിക്കും ചെയ്യും. അപ്പൊ ആരും ഇദ്ദേഹത്തെ സേവിക്കാൻ തയ്യാറാവുന്നില്ല. ആ സമയത്താണ് കുന്തി മഹാറാണി പറയുന്നത്, ഞാൻ അദ്ദേഹത്തിനെ സേവിക്കാം. അപ്പൊ അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സഹായം ആവശ്യമുണ്ട്. അപ്പൊ ആ സഹായങ്ങളെല്ലാം ചെയ്തത് ദുർവാസ മുനിക്ക് കുന്തി മഹാറാണിയാണ് ചെയ്തു കൊടുത്തത്. അപ്പൊ ഒരു ഭയമില്ലാണ്ട് കുന്തി മഹാറാണി ദുർവാസ മുനിയെ സേവിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുന്തി മഹാറാണിക്ക് ഒരു വരവും കൊടുത്തു. എന്ത് വരാണ് കൊടുത്തത്? അതായത് ഏതൊരു ദേവതമാരെയും അവർക്ക് ആവാഹിച്ചിട്ട് അതിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു വരം. അത് പിന്നീട് ഉപയോഗമാവുകയും ചെയ്തു. നമ്മുടെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കുന്തി മഹാറാണി സഹിച്ച പോലെ, അനുഭവിച്ച പോലെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും വേറെ ആരും അനുഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. കുന്തി മഹാറാണി ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിട്ടുപോയിട്ട് വളർത്തച്ഛൻ്റെ വീട്ടിൽ ജീവിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് കല്യാണം കഴിഞ്ഞു, പാണ്ഡുവായിട്ട് കല്യാണം കഴിഞ്ഞു. പക്ഷെ പാണ്ഡുവില് തനിക്ക് കുട്ടികളുണ്ടാവാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം പാണ്ഡുവിന് കിട്ടിയ ഒരു ശാപം കാരണം. അങ്ങനെ സ്വന്തം പുത്രന്മാരെ, അതായത് പാണ്ഡു തൻ്റെ ഭർത്താവിൻ്റെ പുത്രന്മാരെ കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ദുർവാസമുനിയുടെ ആ വരം കാരണം അവർക്ക് പഞ്ചപാണ്ഡവന്മാരുണ്ടായി. അങ്ങനെ ഒരവസ്ഥ. അതിനുശേഷം പാണ്ഡു മരിച്ചു, ശാപം കാരണം. പാണ്ഡു മരിച്ച ശേഷം അവര് ഇവിടെ ഹസ്തിനപുര രാജ്യത്തില് അവര് രണ്ടാംകിട പൗരന്മാരായിട്ട്, അതായത് സ്വന്തം കുടുംബത്തിൽ, സ്വന്തം രാജ്യത്തിലാണ്, സ്വന്തം രാജകൊട്ടാരത്തിലാണ് ജീവിച്ചതെങ്കിലും കൂടിയിട്ട് അവരെ അതായത് കുന്തി മഹാറാണിയും അവരെ 5 പുത്രന്മാരെയും അവർ വേലക്കാരായിട്ടാണ് ദുര്യോധനാദികള് കൺസിഡർ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവരോട് പെരുമാറിയിരുന്നത്. അങ്ങനെ അത്രയും തരം താഴ്ന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം മുഴുവന്.
സ്വന്തം കുടുംബത്തിലെ ആൾക്കാരാണ്, പക്ഷെ അവർക്ക് യാതൊരു ബഹുമാനം അവിടെ കിട്ടിയിരുന്നില്ല. ഇപ്പൊ ദുര്യോധനൻ കൂട്ടരുമെല്ലാം അവരെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചു, അരക്കില്ലത്തില് ചുട്ടുകരിച്ച് കൊല്ലാൻ ശ്രമിച്ചു അല്ലെ. പിന്നെ നിറഞ്ഞ സഭയില് വസ്ത്രാക്ഷേപം ചെയ്തു കുന്തിമഹാറാണിയുടെ മരുമകൾ, അതായത് ദ്രൗപദിയെ. അതിനുശേഷം ചൂതുകളിയില് തോൽപ്പിച്ചു, എന്നിട്ട് വനവാസത്തിന് വിട്ടു. അപ്പോ അമ്മയും മക്കളും എല്ലാവരും വനത്തിലെ 13 കൊല്ലം 12 കൊല്ലം 13ാമത്തെ കൊല്ലം അജ്ഞാതവാസം. അതിൽ കണ്ടുപിടിച്ചാൽ വീണ്ടും 12 കൊല്ലം വീണ്ടും അജ്ഞാതവാസം. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ് കുന്തി മഹാറാണി. അതിനുശേഷം യുദ്ധത്തിന് ശേഷം തൻ്റെ പൗത്രന്മാരെ 5 പൗത്രന്മാരെയും ദുർവാസ മുനി അശ്വത്ഥാമാവ് കൊന്നു വധിച്ചു. അതിനുശേഷം പൗത്രന്റെ പുത്രൻ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ പരീക്ഷിത് മഹാരാജാവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് കുന്തി മഹാറാണിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ കുന്തി മഹാറാണി ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് ഈ സ്തുതി ചെല്ലുന്നത്. കുന്തി സ്തുതി ഭഗവാനെ സ്തുതിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ സ്തുതികളെല്ലാം നമ്മളുടെ ഒരു ഭൗതിക തലത്തിലുള്ള സ്തുതികൾ. ഇതിന് ഉത്തമ ശ്ലോക എന്ന് പറയുന്നത്. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ശ്ലോകങ്ങൾ, അതായത് വളരെ ഉത്തമമായിട്ടുള്ള സെലക്റ്റഡ് ചോയ്സസ്റ്റ് വേർഡ്സ് കൊണ്ട് രചിച്ചിരിക്കുന്ന കൃതികളാണ്, കവിതകളാണ്, ശ്ലോകങ്ങളാണ് ഭഗവാനെ ഇവിടെ സ്തുതി ചെയ്യുന്നത്, ഭഗവാനെ പ്രശംസിക്കുന്നത്. അപ്പോൾ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സെലക്റ്റഡ് ശ്ലോക ഇതൊന്നും വ്യാസദേവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാര്യന്മാർക്കോ 3 ഗുണത്തിലും അതീതമായി നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചോയ്സസ്റ്റ് വേർഡ്സ് കൊണ്ട് കവിതകളും കൃതികളും രചിക്കാൻ പറ്റുള്ളൂ, ഭഗവാനെ സ്തുതിക്കാൻ പറ്റൂ. അത് ഭഗവാന് മാത്രമേ അതിൻ്റെ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെ അർഹിക്കുന്നുള്ളൂ. ബാക്കി ഭൗതിക തലത്തില് നമ്മളും ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്. അവരും സാധാരണ ആൾക്കാരെ, ഭൗതിക തലത്തിലുള്ള കുറച്ച് മെച്ചപ്പെട്ട ആൾക്കാരെ അവർ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ ആ സ്തുതികളെല്ലാം അവരെന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്താൽ അവര് അതേ ആൾക്കാരനെ അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും അല്ലെ. അവരെ നികൃഷ്ടമായിട്ടുള്ള ആ കാര്യത്തില് അവരെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഉത്തമ ശ്ലോകം കൊണ്ടാണ്, ദിവ്യമായിട്ടുള്ള തലത്തിലുള്ള സെലക്ടഡ് ചോയ്സസ് വേർഡ്സ് കൊണ്ടാണ് എല്ലാ സ്തുതികളും, സ്തുതി മാത്രമല്ല എല്ലാ സ്തുതികളും അങ്ങനെയാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയുള്ള ആ സെലക്ഷൻ ഓഫ് വേർഡ്സ് ഉപയോഗിച്ചാണ് സ്തുതികൾ ഉപയോഗിച്ചത്. അപ്പോ ഏത് കൃതിത്താലും ഭഗവാനെ ഏറ്റവും ബിഫിറ്റിംഗ് ആയിട്ടുള്ള ആ ചോയ്സസ് വേർഡ്സ് കൊണ്ടാണ്. സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ക്ലിയർ ആണോ? അല്ല, ക്ലിയർ അല്ല. എല്ലാവരും ഒന്ന് ക്യാമറ ഒന്ന് ഓഫ് ചെയ്തോളൂ. എല്ലാവരും ഒന്ന് ക്യാമറ ഓഫ് ചെയ്തോളൂ, കുറച്ച് നേരം നോക്കാം. പ്രഭുവിന്റെ ക്യാമറ ഓഫ് ചെയ്തിട്ട് പ്രഭുവിന്റെ ക്യാമറ ഓഫ് ചെയ്തിട്ട് പ്രഭു ആണോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ക്ലിയർ ആണോ? മഹാന്തി മഹാരാജയോടൊന്ന് പറയൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറയൂ പ്രഭുജി. എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ പറയൂ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണോ പ്ലീസ്? മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഇപ്പോഴും ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹരേ കൃഷ്ണ. ക്ലിയർ ആവുന്നില്ല പ്രഭു, ക്ലിയർ ആവുന്നില്ല. ഞാൻ എന്റെ ക്യാമറ ഓഫ് ചെയ്യട്ടെ.
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Clear ആണോ? ഇല്ല പ്രഭുജി ക്ലിയർ ആവുന്നില്ല. ഇല്ല പ്രഭു ഇല്ല. എല്ലാവരും മ്യൂട്ട്. എല്ലാവരും മ്യൂട്ടിലാണ്. എല്ലാവരും മ്യൂട്ടിലാണ്. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Clear ആണോ? കുറച്ച് ക്ലിയർ ആവുന്നുണ്ട്. അല്ല ക്ലിയർ അല്ല. ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കുറയ്ക്കുന്ന സൗണ്ട് എന്താ ചെയ്യാ? എന്താ പ്രോബ്ലം ആണെന്ന് എനിക്കറിയില്ല. ഹരിബോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഇപ്പൊ കുറച്ച് ക്ലിയർ ആയപ്പോൾ എന്തായാലും തുടങ്ങാം. ഹരിബോൾ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഭഗവാനെ സ്തുതിക്കുന്നത് അത്രയും ഉത്തമ ശ്ലോക എന്നുള്ള ഭഗവാന്റെ വേറൊരു പേരാണ് ഉത്തമ ശ്ലോക. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് പേരും കൂടിയുണ്ട്. അതാണ് ഉത്തമ ശ്ലോകം. അപ്പോ ഇവിടെ ആ കുന്തി മഹാറാണിയാണ് ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നത്. നമ്മളുടെ ശ്രീല പ്രഭുപാദയും അദ്ദേഹത്തിന്റെ പർപ്പോട്ടിലും ട്രാൻസ്ലേഷനും ഒക്കെ വളരെ വളരെ സെലക്ടഡ് ചോയ്സസ്റ്റ് വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പല ഫ്രേസസും പല വേർഡ്സും പല പദങ്ങളും നമുക്ക് ഇതിൽ വന്ന ശേഷം നമുക്ക് മനസ്സിലായത്. ഓക്കെ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇത് മുമ്പേ നമ്മളെ ഈ സത്സംഗത്തിൽ വരുന്നതിന് മുമ്പ് ആരെയും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ഉണ്ടോ? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ സത്സംഗം വരുന്നു. പ്രസാദം എന്ന് പറയുന്നത് അമ്പലത്തിൽ കിട്ടുന്ന കുറച്ച് അവിലോ മലരോ പഴോ. പക്ഷെ നമ്മളുടെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒരുപാട് വിഭവങ്ങളുള്ള ഫുൾ മീലാണ്. ചപ്പൻ ഭോഗമൊക്കെയാണ് നമ്മുടെ പ്രസാദം. ഓക്കെ, അപ്പോ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഹരിബോൾ, നല്ലത് സംഭവിച്ചാലും ശരി ചീത്ത സംഭവിച്ചാലും അപ്പൊ ഉടനെ നമ്മൾ ഹരിബോൾ എന്ന് പറയും. ഒരുപാട് ടേംസ്, ഒരുപാട് പദങ്ങള്, ഇതെല്ലാം ചോയ്സസ്റ്റ് വേർഡ്സ് ആണ്. പ്രഭുപാദിയും അതേപോലെയാണ് വളരെ വളരെ ചോയ്സസ്റ്റ് വേർഡ്സ് ആണ് തൻ്റെ പർപ്പോട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രഭുപാദ ഗ്രന്ഥങ്ങള് ഭഗവത്ഗീത, ഭാഗവതോ, ചൈതന്യ ചരിതാമൃതി വായിക്കുമ്പോൾ നമുക്ക് കിട്ടും അല്ലെ? അപ്പോൾ അങ്ങനെയാണ് പ്രഭുപാന്റെ യുവർ ലോട്ടസ് ഫീറ്റ്, ദ ഡസ്റ്റ് ഓഫ് യുവർ ലോട്ടസ് ഫീറ്റ്. ഇതൊക്കെ ഈ പദങ്ങളെല്ലാം നമ്മൾ ഈ ഇസ്കോണിൽ വന്ന ശേഷമാണ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. അത്രയും പവർഫുൾ പദങ്ങളാണ് പ്രഭുപാദി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. കുന്തി ഉവാച, കുന്തി പറയാണ്. എന്താണ് പറയുന്നത്? നമസ്യേ പുരുഷം ത്വാദ്യം. ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ പ്രണാമം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വിചാരിക്കും കുന്തി മഹാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? കുന്തി മഹാറാണിയുടെ സഹോദരപുത്രനാണ്, നെവ്യുവാണ്, മരുമകനാണ് കൃഷ്ണൻ. അപ്പോൾ വയസ്സുകൊണ്ട് വളരെ ഇളയതാണ് അല്ലെ? വയസ്സ് വളരെ കുറവാണ് കുന്തി മഹാറാണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള വയസ്സുകൊണ്ട് വളരെ ഇളയതായിട്ടുള്ള ആ കൃഷ്ണനെ എന്തിനാണ് ആൻറ്റി ആയിട്ടുള്ള ആ കുന്തി മഹാറാണി പ്രണാമം ചെയ്യുന്നത്, നമസ്കാരം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും ഒരു സംശയം വരാം. വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഇവർ രണ്ടുപേരുടെ ഈ ഒരു സംവാദമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പൊ കുന്തി മഹാറാണി നമസ്യ പറയുമ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങ് എനിക്ക് നമസ്കാരം തരുന്നത്? ഞാൻ അങ്ങയുടെ നെവ്യൂ അല്ലേ? ഓക്കെ, അതായത് വയസ്സിൽ മൂത്ത ആൾക്കാരെ, വയസ്സിൽ കുറവുള്ള ആൾക്കാരെ നമസ്കാരം ചെയ്യില്ലല്ലോ, പ്രണാമം കൊടുക്കില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കൃഷ്ണൻ. അപ്പോ കുന്തി മഹാറാണി പറയാണ്, അങ്ങനെയല്ല, ഞാൻ നമസ്കരിക്കുന്നത് പുരുഷം, അതായത് അങ്ങ് പുരുഷനായതുകൊണ്ടാണ്. അപ്പൊ എന്താണ് പുരുഷൻ? അപ്പൊ കൃഷ്ണൻ പറയുന്നു, ഞാൻ പുരുഷനാണ്, എല്ലാവർക്കും അറിയാം, ഞാൻ സ്ത്രീ അല്ല. ഓക്കെ, സ്ത്രീ പുരുഷൻ എല്ലാവർക്കും തിരിച്ചറിയാം, ഞാൻ പുരുഷനാണ് എല്ലാവർക്കും. അതുകൊണ്ട് എന്നെ എന്തിനാണ് നമസ്കരിക്കുന്നത്? അപ്പോ നമുക്കറിയാം പുരുഷം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ വേദഗ്രന്ഥങ്ങളില് നമ്മളെ, അതായത് നമ്മളുടെ ദേഹത്തിനനുസരിച്ച് സ്ത്രീദേഹം, പുരുഷദേഹം.
അനുസരിച്ച് പുരുഷൻ സ്ത്രീ എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പുരുഷൻ അല്ലെങ്കിൽ പുരുഷം എന്ന് പറഞ്ഞാൽ എൻജോയർ, ആസ്വദിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആരാണോ എൻജോയ് ചെയ്യുന്നത് അവരെ പുരുഷം, അതായത് ആ പുരുഷ മെന്റാലിറ്റിയാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഭഗവാൻ മാത്രമാണ് പുരുഷം. എൻജോയർ ഭഗവാൻ മാത്രമാണ്. നമ്മളെല്ലാം എൻജോയ്ഡ്, വി ആർ എൻജോയ്ഡ്, ആസ്വദിക്കപ്പെടുന്നവരാണ്. നമ്മൾ ആസ്വദിക്കുന്നവരെന്നല്ല, ആസ്വദിക്കപ്പെടുന്നവരാണ് ഭഗവാനാൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രകൃതിയാണ്. നമ്മളെല്ലാവരും സ്ത്രീ ദേഹത്തിലാണെങ്കിലും ശരി, പുരുഷ ദേഹത്തിലാണെങ്കിലും ശരി, നമ്മളെ പ്രകൃതിയാണ്. അതായത് ഫെമിനിൻ ജെൻഡർ ആണ്, മാസ്കുലിൻ ജെൻഡർ അല്ല. മാസ്കുലിൻ ആയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പുരുഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഹി ഈസ് ദ ഓൺലി എൻജോയർ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭോക്താറാം യജ്ഞ തപസാം. ഭോക്ത, എൻജോയ്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഭോക്ത, ആസ്വാദകൻ, എൻജോയർ. നമ്മൾ ആസ്വദിക്കപ്പെടുന്നവരാണ്. ഓക്കെ, നമ്മൾ പ്രകൃതിയാണ്. പക്ഷെ നമ്മളുടെ ഈ മെന്റാലിറ്റി, നമ്മളുടെ ആ എൻജോയിങ് മെന്റാലിറ്റിയാണ് നമ്മളെ പുരുഷം. അപ്പൊ ഈവൻ ഒരു സ്ത്രീ ആണെങ്കിലും കൂടിയിട്ട് അവരും പുരുഷമാണ്, കാരണം എൻജോയിങ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ട്. അപ്പൊ അതാണ് ഇവിടെ റിഫർ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ പുരുഷനാണ്, അത് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോ കുന്തി മഹാറാണി പറയുക, വെറും പുരുഷൻ മാത്രമല്ല, ആദി പുരുഷൻ. ഓക്കെ, അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്, എന്നാണ് പറയുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം. ഓക്കെ, ആദി പുരുഷനാണ്, ആദ്യത്തെ പുരുഷനാണ്. അപ്പോ കൃഷ്ണൻ പറയുന്നു, യെസ്, ആദി പുരുഷൻ നമ്മളെല്ലാവരും ആദ്യമാണ്. ഓക്കെ, നമുക്ക് ആദ്യമില്ല, അന്തമില്ല, അവസാനമില്ല, അതായത് ബിഗിനിങ് ഇല്ല, എൻഡിങ് ഇല്ല, അല്ലെ? നമ്മളെല്ലാം ശാശ്വതമാണ്. അപ്പൊ ഈ സ്തുതി ചെയ്യുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഭഗവാൻ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതില് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, നത്വേവാഹം ജാതുനാശം നത്വം നേമേ ജനാധിപ. അപ്പൊ നമുക്ക് ഒരു നാശമില്ല, നമുക്ക് ബിഗിനിങ് ഇല്ല, നമുക്ക് എൻഡിങ് ഇല്ല, നമ്മളെല്ലാം ശാശ്വതമാണ്. അപ്പോ ഭഗവാൻ പറയുന്നത്, ഞാൻ മാത്രമല്ല ആദ്യം, നമ്മളെല്ലാവരും ആദ്യമാണ്, അല്ലെ? ഈവൻ ബ്രഹ്മാവും അതാ പറയുന്നത്, ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ. ഓക്കെ, ഭഗവാൻ ആദിയാണ്, ഭഗവാന്റെ അംശങ്ങളാണ് നമ്മളെല്ലാം. അപ്പൊ നമ്മളും അതേപോലെ ഒറിജിനലാണ്. നമ്മളും ശാശ്വതമായിട്ട് നിലകൊള്ളുന്നവരാണ്. നമുക്ക് ആദ്യമില്ല, അന്ത്യമില്ല, മധ്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ആദ്യം? പക്ഷേ നമുക്കറിയാം, നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് വളരെ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. നിത്യോ നിത്യാനാം ചേതനാനാം. നമ്മളെല്ലാവരും ആദ്യമാണ്, എങ്കിലും കൂടി ആ ആദ്യത്തില് അതിന്റെ സോഴ്സ്, അതിൻ്റെ ഒരു ആദിയുണ്ട്, അത് ഭഗവാനാണ്. നമ്മളെല്ലാവരും ആ പൊസിഷനിലേക്ക് വരുന്നില്ല. ഓക്കെ, നിത്യോ നിത്യാനം ചേതനത്തിലെ ആ ചീഫും, ചേതന പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, അതിലും ചീഫ് എമംഗ് ഓൾ ദ കോൺഷ്യസ് ബീയിങ്സ് ചീഫ് ആരാണ്? അതും ഭഗവാനാണ്. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ അതാണ് അവിടെ ആദ്യം എന്ന് പറയുന്നത്, ആദി പുരുഷ് എന്ന് പറയുന്നത്. അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ആദ്യം, അതായത് ഒറിജിനൽ ആണ്, ബിഗിനിങ്ലെസ് ആണെങ്കിലും കൂടിയിട്ട് നമ്മള് ഈവൻ നമ്മൾ ആധ്യാത്മിക ലോകത്തെ വിചാരിക്കുക, ഈ ഭൗതിക ലോകത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. ഭഗവാൻ ആദ്യം, നമ്മളുടെ ആദ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, അങ്ങ് ഈശ്വരനും കൂടിയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ, നിയന്ത്രിതാവ്, അല്ലെ? നിയന്ത്രിക്കുന്നവൻ. അപ്പൊ എല്ലാവരും നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മാനേജറെ ഒരു ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്നു. ഓക്കെ, ഒരു ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ് നിയന്ത്രിക്കുന്നു, പ്രൈം മിനിസ്റ്റർ ഒരു രാഷ്ട്രം നിയന്ത്രിക്കുന്നു, ഒരു വീട്ടിലെ ഒരു അച്ഛനോ അമ്മയോ ആ വീട് നിയന്ത്രിക്കുന്നു. അങ്ങനെ എല്ലാവരും നിയന്ത്രിക്കുന്നു, എല്ലാവരും ഈശ്വരനാണ്. ഓക്കെ, അതല്ലേ നമ്മൾ പറയുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൺട്രോളർ, നിയന്ത്രിതാവ്. അപ്പൊ അങ്ങനെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശ്വരനാണ്. അപ്പൊ അതിലെന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അപ്പോഴാണ് പറയുന്നത്, സാധാരണ ഈശ്വരനല്ല, പരമേശ്വരൻ, അല്ലെ? പരമേശ്വരൻ ആണ്, പരമേശ്വരൻ, എല്ലാവരുടെയും ഈശ്വരൻ. നമ്മളെല്ലാം ഈശ്വരനാണ്, പക്ഷെ എല്ലാവർക്കും
ആ എല്ലാ ഈശ്വരന്മാർക്കും ഒരു ഈശ്വരനുണ്ട്. അദ്ദേഹത്തിന് പരമേശ്വരൻ എന്ന് പറയുന്നു. സർവ കാരണം, എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനായിട്ടുള്ള ആ പരമേശ്വരൻ. ബ്രഹ്മാവ് പറയുന്നത് വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. ഈശ്വര പരമാകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ ആദിർ ഗോവിന്ദ സർവ കാരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കാരണക്കാരൻ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ പരമേശ്വരനാണ്. അപ്പോ പിന്നെ പറയുന്നു, അത് മാത്രമല്ല പ്രകൃതേ പരം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നത്, അങ്ങേ പ്രണമിക്കുന്നത്? കാരണം പ്രകൃതേ പരം, ഈ ത്രിഗുണം ആത്മകൻ നിന്ന് പരയാണ്, അതിന് മുകളിലാണ്. ഈ 3 ഗുണങ്ങളിൽ നിന്നും അങ്ങ് പരയാണ്. ഓക്കെ, നമ്മൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാവുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ളത്, നിലനിൽക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ എന്നോ നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നും പരമായിട്ട്, പരംധാമത്തിലെ 3 ഗുണത്തിൽ നിന്നും അതീതമായിട്ട് നിൽക്കുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആരും ആ 3 ഗുണങ്ങളിൽ നിന്നും അതീതമായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഈശ്വരൻ, സുപ്രീം കൺട്രോളറെ, അതായത് പരമേശ്വരനെ, പ്രകൃതിക്ക് പരമായി നിൽക്കുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു, പ്രണാമം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ സ്ഥലത്തും എല്ലാവരുടെ ഹൃദയത്തിലും ഞാൻ പരമാത്മാവായിട്ടുണ്ടോ? ഞാൻ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഞാൻ ബ്രഹ്മനായിട്ടാണോ? അല്ല. എങ്ങനെയായാലും ശരി. ഇപ്പൊ പറയുന്നു കുന്തി മഹാറാണി, അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. അലക്ഷ്യം പറഞ്ഞാൽ ഇത്രയെല്ലാം ഉണ്ടായിട്ടും അന്തർബഹിർ, അതായത് പുറമേയുണ്ട് ഉള്ളിലുണ്ട്. ബഹിർ നരസിംഹോ ഹൃദയ നരസിംഹം, അല്ലെ? പുറമേയുണ്ട് നരസിംഹൻ, ഉള്ളിലുണ്ട്. അതേപോലെ ഭഗവാൻ പരമാത്മാവിന്റെ രൂപത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുണ്ട്, അതായത് സർവഭൂതാനാം. ഓക്കെ, അതേപോലെ ഭഗവാൻ പുറത്തുണ്ട്. അപ്പോൾ എങ്കിലും കൂടിയിട്ട് ആർക്കും ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ പുറത്തുണ്ട്, ഉള്ളിലുണ്ട്, എന്നാലോ ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഭഗവാൻ ദുര്യോധന മുമ്പിലുണ്ട്, അർജുന മുമ്പിലുണ്ട്. ദുര്യോധനന് ഭഗവാനെ കാണുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും, എന്തെല്ലാം ലീലകൾ ചെയ്തിട്ടും ദുര്യോധനന് മനസ്സിലാവുന്നില്ല ഭഗവാന്റെ മഹത്വം, ഭഗവാന്റെ ഭഗവത്വം. നേരെ മറിച്ച് അർജുനന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ഭഗവാന്റെ ആ പൊസിഷൻ, ആ സ്ഥാനം മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പരമാത്മാവായിട്ടുണ്ട്, അതേപോലെ അങ്ങ് കൃഷ്ണനായിട്ട് പുറത്തുമുണ്ട്. അന്തർ ബഹിർ അവസ്ഥിതം നിലനിൽക്കുന്നു. എന്നാലും എല്ലാവർക്കും അങ്ങയെ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? ഈ മുത്തുമണികളെല്ലാം ഒരു നൂലിൽ കെട്ടി കോർത്തി ഇണക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നൂല് കാണുന്നില്ല. ആ നൂലാണ് ഈ മുത്തുമണികളെല്ലാം ഒരുമിച്ച് നിർത്തുന്നത്, അല്ലെ? അപ്പോൾ ആ നൂല് ഇൻവിസിബിൾ ആണ്. ആ നൂലാണ് ഭഗവാൻ. അതേപോലെ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ശുദ്ധഭക്തനായിട്ട് തന്നെ, ആ ശുദ്ധഭക്തന് മാത്രമേ കാണാൻ പറ്റൂ. സാധാരണ ആൾക്കാർക്ക് അത് കാണാൻ പറ്റില്ല. അതേപോലെ ഭഗവാൻ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, എന്നാലും അങ്ങ് ഇൻവിസിബിൾ ആണ്, ആർക്കും കാണാൻ പറ്റുന്നില്ല. അന്തർ ബഹിർ അവസ്ഥിതം. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് കുന്തി മഹാറാണി പറയുന്നത്. അപ്പോൾ ഈ ഹരേ കൃഷ്ണ എല്ലാവരും കേൾക്കുന്നില്ലേ? ഇപ്പോ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. അലക്ഷ്യം സർവഭൂതാനാം, ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ അവിടെയുണ്ട്. അപ്പോ ദുര്യോധനോ അല്ലെങ്കിൽ ദുശാസനോ അല്ലെങ്കിൽ ശിശുപാലനോ ഇവർക്കൊന്നും ആർക്കും ഭഗവാനെ കാണുന്നില്ല. ബാക്കി ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതാണ് കുന്തി മഹാറാണി പറയുന്നത്, അങ്ങ് ഇവിടെ ഉണ്ട്, ഒരുപാട് ലീലകള് ഇവിടെ കളിച്ചു. പക്ഷേ ഭക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാനെ കാണാനോ പറ്റില്ല. എന്തുകൊണ്ടാണ് കുന്തി മഹാറാണി ഭഗവാനെ നമസ്കരിക്കുന്നത്? കാരണം ഈ സമയത്ത് കുന്തി മഹാറാണി കാണാൻ അവിടെ ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഉത്തരയുടെ ഗർഭത്തിന്റെ ഉള്ളിൽ പോയിട്ട്, ഉദരത്തിൽ പോയിട്ട് പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കുന്നു.
അപ്പൊ എങ്ങനെ സാധിക്കുന്നു? ഇപ്പൊ കുന്തി മഹാറാണി വളരെ അത്ഭുതമായിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതൊരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതാണ് പറയുന്ന അന്തർ ബഹിർ. അവിടെ ഉത്തരയുടെ ഉദരത്തിനുണ്ട്, അതേപോലെ ഇവിടെ കൃഷ്ണൻ പുറമേയും ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ ആശ്ചര്യചകിതമായിട്ട് നിൽക്കുകയാണ് കുന്തി മഹാറാണി. അപ്പൊ എൻ്റെ മരുമകനല്ല, എൻ്റെ സഹോദര പുത്രനല്ല ഞാൻ ഇവിടെ നമസ്കരിക്കുന്നത്, ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡറ്റ് പരമേശ്വരനായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ ഇവിടെ നമസ്കരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം എന്താണ് പർപ്പോട്ടില് ഭാവാർത്ഥത്തില് പ്രഭുപാദം എന്താണ് എഴുതി നോക്കാം. Srimati Kunti Devi was quite aware that Krishna is the original personality of Godhead. Although he was playing the part of her nephew, such an enlightened lady could not commit a mistake by offering obeisances unto her nephew. അപ്പോ ഇവിടെ പറയുന്നത് പ്രഭുപാദ പർപ്പോട്ടിൽ പറയുന്നത് കുന്തി ദേവിക്ക് വളരെ വളരെ ഉറപ്പായിരുന്നു ഭഗവാൻ കൃഷ്ണൻ സാധാരണ ഒരു വ്യക്തിയല്ല, അദ്ദേഹം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡഡ് ആണ്, പരമേശ്വരനാണ്. അതായത് ഇവിടെ ഭൗതിക ലോകത്തിലെ കുന്തി മഹാറാണിയുടെ നബിയുടെ റോള് അവിടെ ചെയ്യുന്നത് മാത്രം. പക്ഷെ ആക്ച്വലി അദ്ദേഹം ഏത് റോൾ എടുത്താലും ശരി തൻ്റെ ഭഗവത്വത്തിൽ നിന്ന് കുറഞ്ഞു വരുന്നില്ല. എപ്പോഴും അദ്ദേഹം സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്. ഉദാഹരണത്തിന് അർജുനന്റെ തേരാളിയായി ഭഗവാൻ. എന്നാൽ ഭഗവാന്റെ ആ പൊസിഷന് താഴെ വരുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഭഗവാൻ വാമന രൂപെടുത്തു, അല്ലെങ്കിൽ കൂർമ്മത്തിന്റെ രൂപെടുത്തു, മത്സ്യരൂപെടുത്തു. ഭഗവാന്റെ ആ പൊസിഷൻ, ആ സുപ്രീം പേഴ്സൺ അല്ലെങ്കിൽ പരമേശ്വരൻ എന്നുള്ള ആ പൊസിഷന് താഴെ വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഭഗവാൻ യശോദമ്മയുടെയും നന്ദമഹാരാജന്റെയും പുത്രനായിട്ട് അവിടെ വൃന്ദാവനില് ഒരുപാട് ലീലകൾ ചെയ്തു, ചെറിയ അതായത് കൃഷ്ണനായിട്ട്. അപ്പോഴും ഭഗവത്വമുണ്ട്, പക്ഷെ അവിടെ അത് എക്സിബിറ്റ് ചെയ്യുന്നില്ല. കാരണം അവർ തമ്മിലുള്ള ആ ലവിങ് എക്സ്ചേഞ്ച്, ആദാൻ പ്രദാൻ, അതായത് ദാസ്യഭാവം, സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം ഉള്ള ആ ആദാൻ പ്രദാൻ, ലവിങ് എക്സ്ചേഞ്ച്, അതിന് കോട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്റെ ഭഗവതത്തെ മറക്കുന്നു, സ്വന്തം യോഗമായ കട്ടൻ അവിടെ വിട്ടിട്ട്. അതേപോലെ തന്നെ എല്ലാ വ്രജവാസികളുടെ മുമ്പിലും അവിടെ യോഗമായ കട്ടനിട്ട് അവരെ കൊണ്ടും അവർക്കും ആ മറവി കൊടുക്കുന്നു. അത് അങ്ങനെ മാത്രമേ ഈ ഒരു ലീലകളുടെ ആ ഇന്റൻസിറ്റി കൂട്ടാൻ പറ്റൂ. ഭഗവാന്റെ പൊസിഷൻ അപ്പോഴും അവിടെ കുറയുന്നില്ല, അപ്പോഴും ഭഗവാൻ പരമേശ്വരനാണ്. ചെറിയ ബാലഗോപാലനായിട്ട് വന്നാലും പരമേശ്വരനാണ് ഭഗവാൻ. സോ സച്ച് ആൻ എൻലൈറ്റൻഡ് ലേഡി കുഡ് നോട്ട് കമ്മിറ്റ് എ മിസ്റ്റേക്ക്. അപ്പോ കുന്തി മഹാറാണിക്ക് ഇങ്ങനത്തെ ഒരു തെറ്റ് പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ, അതായത് ഭഗവാനെ സ്തുതിക്കുന്നത്. Therefore, she addressed him as the original Purusha beyond the material cosmos. അപ്പൊ നമ്മളെ പോലെ ഈ ഭൗതിക ലോകത്തെ ഗുണങ്ങളുടെ അധീനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഭഗവാൻ. ഭഗവാന്റെ അധീനത്തിലാണ് ഈ പ്രകൃതി ചലിക്കുന്നത്, ഭഗവാന്റെ അധീനത്തിലാണ്, അല്ലാണ്ട് ഈ പ്രകൃതിയുടെ അധീനത്തിലല്ല ഭഗവാൻ. ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മയ അധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. ഈ പ്രകൃതി എൻ്റെ അധ്യക്ഷതയിലാണ്. ഈ മാനിഫെസ്റ്റേഷൻ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതും അത് ഇല്ലാതെ ഒന്നും എല്ലാം എൻ്റെ ശക്തി കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ പ്രകൃതിയുടെ കീഴിലല്ല ഭഗവാൻ. Although all living entities are also transcendental, they are neither original nor infallible. നമ്മളും ട്രാൻസെൻഡന്റ് ആണ്, നമ്മളും സച്ചിദാനന്ദമാണ്. നമ്മളുടെ ശരീരം മാത്രമേ ജഡവസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ ആത്മാവ് സച്ചിദാനന്ദമാണ്, ശാശ്വതമാണ്, ഫുൾ ഓഫ് നോളജ് ആൻഡ് ഫുൾ ഓഫ് ബ്ലിസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒറിജിനൽ ശാശ്വതമാണ്. അതിൻ്റെയും ഉറവിടം, അതിൻ്റെ ആയിട്ടുള്ള ആ സോഴ്സ് ഭഗവാനാണ്. ഭഗവാൻ ആ ചതുർശ്ലോകിയുടെ ആദ്യത്തെ ശ്ലോകം പറയുന്നുണ്ട്, അഹം സർവസ്യ പ്രഭോ മതഃ സർവം പ്രവർത്തിയതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധഭാവ സമാൻവിത. എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലെ?
അപ്പോ അതിന്റെ സോഴ്സ് നമ്മളുടെ സോഴ്സും ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ അല്ല, ഭഗവാനാണ് ഒറിജിനൽ. നോട്ട് ഇൻഫാലിബിൾ. നമ്മൾ ഫാലിബിൾ ആണ്, ഭഗവാൻ ഇൻഫാലിബിൾ. ഫാലിബിൾ എന്ന് പറഞ്ഞാൽ നമ്മള് വീഴ്ച സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മള് ഭഗവത് ധാമെന്ന്, അതായത് നമ്മളുടെ ശരിക്കുള്ള ആ സ്വരൂപത്തിൽ നിന്ന് ഈ ഭൗതിക ലോകത്തിലേക്ക് വീഴ്ചയ്ക്കുള്ള കാരണം നമ്മള് ഫാലിബിൾ ആണ്, ഭഗവാൻ ഇൻഫാലിബിൾ ആണ്. ഇതാണ് വ്യത്യാസം. So the living entities are apt to fall down under the clutches of material nature, but the Lord is never like that. അപ്പോൾ നമ്മള് ഭഗവാനിൽ നിന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഭൗതിക ലോകത്തിൽ വരും. ഭഗവാന്റെ പ്രീതിക്കനുസരിച്ചിട്ട്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഭഗവാനോടൊപ്പം നമുക്ക് വസിക്കാൻ പറ്റും. അതാണ് പറയുന്നത്. So in the Vedas, therefore, is described as the chief among all living entities. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിത്യോ നിത്യാനം ചേതനാനാം. നിത്യന്മാരില് ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിത്യനാണ് ഭഗവാൻ. ചേതന ഉള്ള ആൾക്കാരിൽ, കോൺഷ്യസ്നെസ് ഉള്ള ആൾക്കാരിലെ ചീഫാണ് ഭഗവാൻ. Then again, he is addressed as ഈശ്വര. ഈശ്വര എന്ന് പറഞ്ഞാൽ കൺട്രോളർ. നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്, പക്ഷേ നമ്മൾ പരമേശ്വരനല്ല. The living entities or the demigods like Chandra and Surya are also to some extent ഈശ്വര. ഒരുപാട് ഈശ്വരന്മാരുണ്ട്. ചന്ദ്രൻ, സൂര്യൻ, വായു, ഇന്ദ്രൻ, അഗ്നി, ഇവരെല്ലാം ഈശ്വരന്മാരാണ്. പക്ഷെ ഇവരൊന്നും പരമേശ്വരൻ അല്ല. അവരാരും ക്ലെയിം ചെയ്യുന്നില്ല നമ്മൾ പരമേശ്വരനാണെന്നല്ലേ. ഇവരെല്ലാം ആ ഒരു ഇല്യൂഷനിൽ വരുന്നുണ്ട്. അത് ഇന്ദ്രനായാലും ശരി, ചന്ദ്രനായാലും ശരി, ബ്രഹ്മാവായാലും ശരി, അല്ലെ? ബ്രഹ്മവിമോഹൻ ലീല. ഈവൻ ബ്രഹ്മാവിനും കൂടി കൺഫ്യൂഷൻ വന്നു. ഈ വൃന്ദാവനത്തില് ഈ ലീലകളെല്ലാം കളിച്ച് നടക്കുന്ന ആ കൃഷ്ണൻ ശരിക്കും പരമേശ്വരനാണോ എന്ന് ബ്രഹ്മാവിനും കൂടി സംശയം വന്നു എന്നുള്ളത്. അവരും കൂടി ആ മോഹത്തിൽ വന്നു, അതായത് ആ ഇല്യൂഷനിൽ വന്നു. ഇന്ദ്രന് അങ്ങനെ ഒരു അമളി പറ്റി, അല്ലെ? അങ്ങനെ ഈവൻ മുനിമാർക്കും ഋഷിമാർക്കും ദേവി ദേവതമാർക്കും ഇവരെല്ലാവർക്കും അങ്ങനെ ഇല്യൂഷനിൽ വരും. അവരെല്ലാം ഫാലിബിൾ ആണ്, പക്ഷെ ഭഗവാൻ ഇൻഫാലിബിൾ ആണ്. സോ ദ ലിവിംഗ് എൻറ്റിറ്റീസ് or the demigods like Chandra and Surya are also to some extent Ishvara, but none of them is supreme Ishvara or the ultimate controller. ആരും ഭഗവാൻ ഒഴികെ ആരും അൾട്ടിമേറ്റ് കൺട്രോളർ അല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ ആണ്. ഭഗവാൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത്തിലെ ആദ്യത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വ്യാസദേവൻ പറഞ്ഞ് ഭഗവാൻ സ്വരാട്ടാണ്, ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളെല്ലാം ഡിപ്പെൻഡന്റ് ആണ്. സോ ഹി ഈസ് ദ പരമേശ്വര ഓർ ദ സൂപ്പർ സോൾ. ഹി ഈസ് ബോത്ത് വിതിൻ ആൻഡ് വിതൗട്ട്. അകത്തുണ്ട് പുറത്തുണ്ട്. Although he was present before Srimati Kunti as a nephew, he was also within her and everyone else. ഭഗവാൻ മണ്ണ് കഴിച്ച ലീലയില് യശോദമായി വായ തുറക്കാൻ പറഞ്ഞപ്പോ എന്താണ് കണ്ടത്? കംപ്ലീറ്റ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളാണ് കണ്ടത്. അതില് യശോദമായും കണ്ടു അതിൻ്റെ ഉള്ളില്. അപ്പോ എല്ലാം ഭഗവാന്റെ ഉള്ളിലുമാണ്. എല്ലാ ഈ പ്രപഞ്ചം മുഴുവന് ഭഗവാന്റെ ഉദരത്തിലുണ്ട്. ഭഗവാനും എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് എല്ലാവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്? പരമാത്മാവിന്റെ രൂപത്തിൽ. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കണികളിലും ഉണ്ട്. അങ്ങനെ സർവം കൽവിതൻ ബ്രഹ്മൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മനായിട്ട്, ബ്രഹ്മജ്യോതിയായിട്ട് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അതേ പരമാത്മാവും ആ ബ്രഹ്മനും ഭഗവാന്റെ രൂപത്തിലും ഉണ്ട്. അതാണ് അൾട്ടിമേറ്റ് സോഴ്സ്, അൾട്ടിമേറ്റ് പേഴ്സൺ. ഭഗവാന്റെ രൂപമാണ്. ഭഗവാന്റെ രൂപത്തിൽ നിന്നാണ് മറ്റു രണ്ട് ആസ്പെക്ട്സും ബ്രഹ്മനും പരമാത്മാവും വരുന്നത് എന്നാണ് പറയുന്നത്. സോ ഹി ഈസ് ബോത്ത് വിതിൻ ആൻഡ് വിതൗട്ട്. Although he was present before Srimati Kunti as her nephew, he was also within her and everyone else. In the Bhagavad Gita 15.15, the Lord says, I am situated in everyone's heart, and only due to me one remembers, forgets, and is cognizant, etc. Sarvasya chaham riti sannivishto matah smriti jnanam apohanam cha. വേദേശ്ച സർവേത് അഹം ഏവ വേദ്യോ വേദാന്ത കൃദ്വേദ വിദേവചാമി. എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാൻ കുടികൊള്ളുന്നു. എന്നിൽ നിന്നാണ് ഈ സ്മരണയും ഈ ജ്ഞാനവും ഈ
മറവിയും വരുന്നത്. എന്നാണ് പറയുന്നത് ഭഗവാൻ. Though all the Vedas I am to be known because I am the compiler of the Vedas, I am the teacher of the Vedanta. ഞാനാണ് ഈ വേദങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത്, ഞാനാണ് ഈ വേദാന്തം, അതായത് ദ കൺക്ലൂഷൻ ഓഫ് വേദാസിന്റെ ടീച്ചർ. ഓക്കെ, കാരണം ഞാനാന്ന് പറയുമ്പോൾ വ്യാസദേവൻ ആരാണ്? ഭഗവാന്റെ ലിറ്റർ ഇൻകാർണേഷൻ ആണ് അല്ലേ? ശക്തിയാവേശ അവതാരമാണ്. ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട്. 6 തരത്തിലുള്ള അവതാരങ്ങളുടെ ഒരു അവതാരമാണ് ശക്തി ആവേശ അവതാരം. അപ്പൊ വ്യാസദേവൻ ഭഗവാന്റെ തന്നെ ശക്തി ആവേശ അവതാരമാണ്. അപ്പൊ ഈ വേദങ്ങളെല്ലാം രചിച്ചിട്ടുള്ളതും ഭഗവാനാണ്, അതിന്റെ ടീച്ചറും ഭഗവാനാണ്. Queen Kunti affirms that Lord, although both within and without all living beings, is still invisible. അപ്പൊ ഭഗവാൻ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, എങ്കിലും കൂടിയിട്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം, പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഒരു ശുദ്ധ ഭക്തന്, പ്യൂർ ഡിവോട്ടിക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു മായാവി, ദുര്യോധൻ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ ദുര്യോധനന്റെ കമ്പനി വിചാരിച്ച പോലെ. കൃഷ്ണൻ എന്താണ്? ഒരു ബാലഗോപാലൻ അല്ലേ? അതായത് പശുക്കളെ മേയ്ക്കുന്ന ഒരു ബാലഗോപാലൻ, അല്ലെങ്കിൽ ഒരു മായാവി, കുറെ മായ കാണിക്കുന്നുണ്ട്. അപ്പോഴും ദുര്യോധനന് കൃഷ്ണന്റെ ആ മഹത്വം അല്ലെങ്കിൽ ഭഗവത്വം മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുന്തി മഹാരാജി പറഞ്ഞ് ഉള്ളിലുണ്ട് പുറത്തുണ്ട്, എങ്കിലും അങ്ങ് ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റുന്നില്ല. The Lord is, so to speak, a puzzle for the common man. Queen Kunti experienced personally that Lord Krishna was present before her, yet he entered within the womb of Uttara to save her embryo from the attack of Ashwatthama's Brahmastra. ഭഗവാൻ അവിടെ മുമ്പിൽ കാണുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഭഗവാൻ ഉത്തരയുടെ ഗർഭപാത്രത്തിൽ കയറിയിട്ട് അവിടെ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കും ചെയ്യുന്നു അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്. Kunti herself was puzzled about whether Sri Krishna is all pervasive or localized. അപ്പോ കുന്തി മഹാറാണിക്കും അവിടെ ആ ഒരു കൺഫ്യൂഷൻ വന്നു. അത് ഭഗവാൻ കൃഷ്ണൻ ലോക്കലൈസ്ഡ് ആണോ അതോ ഓൾ പെർവേസീവ് ആണോ? എന്താണ് ലോക്കലൈസ് പറഞ്ഞാൽ? എന്താണ് ലോക്കലൈസ് ഉദ്ദേശിക്കുന്നത്? അത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അല്ലേ? പക്ഷെ ആൾ പെർവേസീവ് പറഞ്ഞാൽ എല്ലാ കണങ്ങളിലും ഉണ്ട്, വെറും ജീവജാലങ്ങൾ മാത്രമല്ല, എല്ലാ കണങ്ങളിലും ഉണ്ട്. അതാണ് ബ്രഹ്മൻ ഒരു ആസ്പെക്റ്റും കൂടിയുണ്ട്. എല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ശക്തിയാണ്. സോ ഇൻ ഫാക്ട് ഹി ഈസ് ബോത്ത്, but he reserves the right of not being exposed to persons who are not surrendered soul. അപ്പോൾ ഏത് വ്യക്തിയാണോ ഭഗവാന് പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്യാത്തത്, അവർക്ക് ഭഗവാൻ തന്റെ ആ ഭഗവത്വം വെളിപ്പെടുത്തില്ല. ഭഗവാന്റെ ദർശനം നമുക്ക് കാണാൻ പറ്റും. നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, ഭഗവാനെ കാണുന്നുണ്ട്. പക്ഷെ ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ? നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നുണ്ടോ? ഭഗവാന്റെ ആ മഹത്വം അല്ലെങ്കിൽ ശ്രേഷ്ഠ അല്ലെങ്കിൽ ആ ഭഗവത്വം നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നുണ്ടോ? അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഭഗവാനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ഭഗവാൻ വെളിപ്പെടുത്തുന്നുണ്ടോ? ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് സറണ്ടേഡ് സോൾസിന് മാത്രം, പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തിട്ടുള്ള ആ ഭക്തന്മാർക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. This checking curtain is called the Maya energy of the Supreme Lord. ഇതാണ് ഭഗവാന്റെ മായ എനർജി. ഓക്കെ, അതൊരു കർട്ടൻ. And it controls the limited vision of the rebellious soul. It is explained as follows. അപ്പോൾ നമ്മളുടെ ആ കാഴ്ചപ്പാടിനെ ഒരു ഭംഗം വരുത്താണ് ചെയ്യുന്നത് ഈ കർട്ടൻ ഇട്ടിട്ട്, മായ കർട്ടൻ ഇട്ടിട്ട്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത വേഴ്സിലെ അടുത്ത ശ്ലോകത്തിന് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ടെക്സ്റ്റ് 19. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യാധരോ യഥാ. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യാധരോ യഥാ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. മായാജവനികാച്ഛന്നമജ്ഞാതോക്ഷജമവ്യയം ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ.
വിവർത്തനം അവർത്തങ്ങൾ വിവർത്തനം പരിമിതമായ ഇന്ദ്രിയ ദൃഷ്ടിയുടെ പരിധിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മറയ്ക്കപ്പെട്ട നിത്യ അവ്യയ ഘടകമാണ് അങ്ങ്. കഥാപാത്രമായി വേഷം ധരിച്ച നടനെ വേർതിരിച്ചറിയാനാകാത്തതുപോലെ അങ്ങ് മൂഢ നിരീക്ഷകന് അദൃശ്യനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. Very good. Hare Krishna. Being beyond the range of limited sense perception, you are the eternally irreproachable factor covered by the curtain of deluding energy. You are invisible to the foolish observer, exactly as an actor dressed as a player is not recognized. നമ്മളെല്ലാം നാടകങ്ങളും എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ ആ വേഷം മാറി വരുമ്പോൾ നമുക്ക് ഏതാണ് ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അതേപോലെയാണ് ഇവിടെ ഭഗവാനും. നട്ടോ നാട്യാധരോ യഥാ മായ ജവനികാച്ഛന്നം. മായായിട്ടുള്ള ആ ജവനിക പറഞ്ഞക്കാട്ടെ ആ ചന്നം. ഓക്കെ, അതുകൊണ്ട് കവർ ചെയ്യാണ്. ആരെയാണ് കവർ ചെയ്യുന്നത്? ഭഗവാൻ. അതിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് അലക്ഷ്യം സർവഭൂതാനാം അന്തർ ബഹിരവസ്ഥിതം. ഓക്കെ, ഇൻവിസിബിൾ ആണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ അവരുടെ കാഴ്ചപ്പാടിന് വരുന്നില്ല, അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഉള്ളിലും പുറത്തും ഉണ്ട്, നിലനിൽക്കുന്നു, എങ്കിലും കൂടിയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? അതിന് കാരണം മായാ ജവനികാച്ഛൻ, മായയായിട്ടുള്ള ആ കർട്ടൻ, ആ യവനിക, ആച്ഛന്നം കവർ ചെയ്യാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അവരെ കവർ ചെയ്യുന്നത്? കാരണം എന്താ? അജ്ഞാതോക്ഷജം അവ്യയം. അജ്ഞത കൊണ്ട് ഉള്ള മൂഢന്മാര്. അധോക്ഷജം എന്ന് പറഞ്ഞാൽ ദാറ്റ് കനോട്ട് ബി പെർസീവ്ഡ് ബൈ സെൻസസ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അധോക്ഷജം. അക്ഷ കണ്ണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അതാണ് അധോക്ഷം. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? അജ്ഞത കൊണ്ട്. നമ്മളെല്ലാം മൂഢന്മാരാണ്. അതുകൊണ്ട് ഭഗവാന്റെ ആ ഭഗവാൻ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ അവ്യയം എന്നാണ് പറഞ്ഞത്, ഇർറിപ്രോച്ചബിൾ. നമുക്ക് ഭഗവാനെ അത് കൺസീവ് ചെയ്യാൻ പറ്റില്ല. ഇർറിപ്രോച്ചബിൾ ആണ്, ഇൻകൺസീവബിൾ ആണ്. ഭഗവാന്റെ ആ മഹത്വം, ഭഗവാന്റെ ആ ഭഗവത്വം നമുക്ക് ഇൻകൺസീവബിൾ ആണ്. എപ്പോഴും നമുക്ക് ഓരോ സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എത്ര തന്നെ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസും ഒരുപാട് ലീലകളെല്ലാം ഭഗവാൻ ഇവിടെ ദ്വാപരയുഗത്തിൽ വന്നപ്പോ വൃന്ദാവനത്തിലും ദ്വാരകയിലും പല സ്ഥലത്തും കളിച്ചിട്ടുണ്ടല്ലേ? എന്നാലും നമുക്ക് സംശയമാണ്. ഈവൻ ബ്രഹ്മാവ് ഒരു പ്രാവശ്യം ദ്വാരകയില് ഭഗവാനെ കാണാൻ വന്ന സമയത്ത് ദ്വാരപാലകന്മാര് അവിടെ നിർത്തി, ആരാണ്, എവിടുന്നാണ് വരുന്നത് ചോദിച്ചു. അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു ബ്രഹ്മാവാണ് വന്നത്. അപ്പൊ ഉള്ളില് ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞു ബ്രഹ്മാവ് വന്നിട്ട് കാണാൻ. അപ്പൊ കൃഷ്ണൻ ബ്രഹ്മാവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഏത് ബ്രഹ്മാവാണെന്ന് ചോദിക്കാൻ വേണ്ടി ദ്വാരപാലന്മാർ ഇവിടെ വന്ന് ചോദിച്ചു. അവിടെ ഭഗവാൻ ചോദിക്കുന്നു ഏത് ബ്രഹ്മാവാണ്? ഈ ബ്രഹ്മാണ്ടത്തിൽ ഞാൻ മാത്രമല്ല ഒരു ബ്രഹ്മാവുള്ളതും, പിന്നെ ഏത് ബ്രഹ്മാവാണ് എന്താണ് ചോദിക്കുന്നത്? ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? അദ്ദേഹത്തിന് സംശയം വന്നു. അപ്പൊ പറഞ്ഞു ഞാൻ ചതുഷ്കുമാരന്മാരുടെ പിതാവ് ചതുർമുഖ ബ്രഹ്മാവാണെന്ന് പറയാൻ വേണ്ടി. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചെന്ന് വീണ്ടും അവർ പറഞ്ഞപ്പോൾ ശരി ഉള്ളിലേക്ക് വിടാം. ബ്രഹ്മാവ് അവിടെ ചെന്നപ്പോ, ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോ ബ്രഹ്മാവ് കാണുന്ന കാഴ്ച ഒരുപാട് ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവ് ഏറ്റവും ചെറിയ ബ്രഹ്മാവ്, 4 തലയുള്ളതും 10 തലയുള്ളതും 1000, 10,000, ലക്ഷം അങ്ങനെ അത്രയും തലയുള്ള ഒരുപാട് ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും വായു, ചന്ദ്രൻ, സൂര്യൻ ഇവരെല്ലാവരും അവിടെയുണ്ട്, ആ സഭയിലുണ്ട്. അവരെല്ലാവരും അവിടെ ഭഗവാനെ നമസ്കരിച്ച അവരുടെ ആ കിരീടത്തിന്റെ സൗണ്ടാണ് അവിടെ മുഴങ്ങുന്നത് മുഴുവനെ. ആകെ അത്ഭുതപ്പെട്ടു ബ്രഹ്മാവ് കണ്ടിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പൊസിഷൻ വളരെ ചെറുതായി, എത്രയോ തലകളുള്ള, അതായത് പല ബ്രഹ്മാണ്ടങ്ങളിലും ഓരോ ബ്രഹ്മാണ്ടത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അത്രയും തലകളുള്ള ബ്രഹ്മാവ് ഉണ്ടാന്നാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ, പക്ഷെ അതിന്റെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ ഈ ബ്രഹ്മാവിന് മാത്രമേ എല്ലാവരും കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോ ഓരോ ആ
ആ വിശിഷ്ട വ്യക്തികളും മറ്റുള്ള ബ്രഹ്മാക്കളും അതേപോലെ ശിവനും ഇന്ദ്രനും ഇവരൊക്കെ അവർക്കൊന്നും മറ്റുള്ള ആൾക്കാരെ കാണുന്നില്ല. അവർ വിചാരിക്കുന്ന എന്നോട് മാത്രമാണ് ഭഗവാൻ സംസാരിക്കുന്നതാണ്. ഈ ബ്രഹ്മാവിന് മാത്രം ആ വിഷൻ കൊടുത്തു. ഇത്രയും ആൾക്കാർ അവിടെ വരുന്നത് കാരണം വെച്ചാൽ ബ്രഹ്മാവിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. താൻ മാത്രമല്ല, ഒരു ബ്രഹ്മാണ്ടം മാത്രമല്ല, ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഒരുപാട് ബ്രഹ്മാക്കളുണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ലീലയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിനും കൂടി അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ഡെല്യൂഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ആ മായാ ജവനിക, ആ യവനിക കട്ടനിടുമ്പോ അത് നമ്മളുടെ വിഷനെ അതിനെ ഒരു ഭംഗം വരുത്തുന്നു. ഇന്ന ലക്ഷ്യസേ മൂഢദൃശ, മൂഢന്മാരായിട്ട് ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനോ പറ്റില്ല. അത് ബിയോണ്ട് ദ സെൻസ് പെർസെപ്ഷൻ ആണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടാണത്. എങ്ങനെയാണോ ഒരു നടൻ, ഓക്കെ, ഒരു ആക്ടർ സ്റ്റേജിലെ വേഷം മാറി വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന, അങ്ങനെ വളരെ ഒരു ഗ്രേറ്റസ്റ്റ് ആക്ടറാണ് ഭഗവാൻ. ആ ആക്ടിങ്ങിന് തുല്യമായിട്ട് ആർക്കും ആക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്, നടോ നാട്യാധരോ യഥാ. സോ ബീങ് ബിയോണ്ട് ദ റേഞ്ച് ഓഫ് ലിമിറ്റഡ് സെൻസ് പെർസെപ്ഷൻ, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ പെർസെപ്ഷൻ അതീതമായിട്ട് നിൽക്കുന്നതാണ്. യു ആർ എറ്റേണലി ഇറിപ്രോച്ചബിൾ ഫാക്ടർ. നമുക്ക് ഇൻകൺസീവബിൾ ആണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ ലോജിക് കൊണ്ടും നമ്മളുടെ ആർഗ്യുമെന്റ് കൊണ്ടും ഒന്നും ഭഗവാനെ മനസ്സിലാക്കാനേ പറ്റില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, കവേർഡ് ബൈ ദ കർട്ടൻ ഓഫ് ഡെല്യൂഡിങ്. ഭഗവാൻ തന്നെ ഡെല്യൂഡിങ് എനർജിയാണ്. ഓക്കെ, ബിവൾഡറിങ് എനർജി, കൺഫ്യൂസ് ചെയ്യുന്നു ടോട്ടലി. ആ ശക്തി കൊണ്ട് നമ്മളെ മറയ്ക്കുന്നു. ഓക്കെ, ഭഗവാനെ ഡെല്യൂഡിങ് എനർജി മറയ്ക്കാൻ പറ്റില്ല, നമ്മുടെ വിഷനെ മറയ്ക്കുന്നുള്ളൂ. ഓക്കെ, സൂര്യനെ കാർമേഘങ്ങൾ കൊണ്ട് മറയ്ക്കാൻ പറ്റില്ല. നമ്മളുടെ വിഷനെയാണ് കാർമേഘം മറയ്ക്കുന്നത്. സൂര്യൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ കാർമേഘത്തിന്റെ അപ്പുറത്ത് പോയാൽ നമുക്ക് സൂര്യൻ എപ്പോഴും കാണാൻ പറ്റും അല്ലേ. സോ യു ആർ ഇൻവിസിബിൾ ടു ദ ഫൂളിഷ് ഒബ്സർവർ. മൂഢന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങ് ഇൻവിസിബിൾ ആണ്, കാണാൻ പറ്റുന്നില്ല. എക്സാക്ട്ലി ആസ് എൻ ആക്ടർ ഡ്രസ്ഡ് ആസ് എ പ്ലെയർ ഈസ് നോട്ട് റെക്കഗ്നൈസ്. അപ്പൊ അതിന് നല്ലൊരു ഉദാഹരണമാണ് ഒരു ആക്ടറിനെ സ്റ്റേജില്, നാടകത്തിന്റെ സ്റ്റേജില് വരുമ്പോ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ആരാണ് ഈ വ്യക്തി. അതേപോലെ ഭഗവാനെയും മനസ്സിലാവുന്നില്ല ആരാണെന്നുണ്ട്. കാണിച്ചാൽ അങ്ങനെ ഈ മായായിട്ടുള്ള ഈ കർട്ടനെ കൊണ്ട് മറച്ചിരിക്കുകയാണ്, നമ്മളുടെ വിഷൻ മറയുന്നു എന്നാണ് പറയുന്നത്. സോ ഇൻ ദ ഭഗവത്ഗീത, ലോർഡ് ശ്രീകൃഷ്ണ affirms that less intelligent persons mistake him to be an ordinary man like us and thus they deride him. അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രം പരംഭാവം അജാനന്ദോ മമ ഭൂത മഹേശ്വർ അല്ലെ. അവജാനന്തി മാം മൂഢ, മൂഢന്മാര് ഞാൻ മനുഷ്യന്റെ രൂപത്തിൽ ഇവിടെ വരുമ്പോ, ഭൗതിക ലോകത്തിൽ വരുമ്പോ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ ആരാണെന്ന് എന്നാണ് പറയുന്നത്. The same is confirmed here in by Queen Kunti. ഇത് തന്നെയാണ് കുന്തി മഹാറാണിയും ഈ ശ്ലോകത്തിലൂടെ നമ്മളെ അറിയിക്കുന്നത്. നമ്മളെല്ലാം മൂഢന്മാരാണ്, ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാം ഈ മായാജവനിക കൊണ്ട് അതായത് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ ദ ലെസ് ഇന്റലിജന്റ് പേഴ്സൺസ് ആർ ദോസ് ഹു റിബൽ അഗൈൻസ്റ്റ് ദ അതോറിറ്റി ഓഫ് ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മൂഢന്മാരായതുകൊണ്ട് ഭഗവാന്റെ അതോറിറ്റിയെ നമ്മളെ ചോദ്യം ചെയ്യുന്നു, നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. എങ്ങനെയാണ് കൃഷ്ണൻ എങ്ങനെ ഭഗവാനാവുന്നത്? ഇത്ര ചെറിയ ബാലൻ എങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാവുന്നത്? അങ്ങനെ പ്രപഞ്ചത്തിന്റെ നാഥനാവണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ, അതായത് നമുക്ക് വിശ്വസിക്കാനും കൂടി പറ്റാത്ത തരത്തിലുള്ള ലീലകൾ കഴിയും. ഗോപപാലന്മാർ ഉച്ഛിഷ്ടം കൂടിയും കഴിക്കുന്നു അല്ലെ. ഗോപപാലന്മാരെ തന്റെ തോളിലേറ്റി നടക്കുന്നു. എങ്ങനെ ഇവരെ ഈ കൃഷ്ണൻ ഭഗവാനാവുന്നത് അല്ലെ? ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മളുടെ എന്താണ് ലെസ് ഇന്റലിജൻസ് കാരണമാണ്, നമ്മൾ മൂഢന്മാരായത് കാരണമാണ്. ഭഗവാൻ ഏത് ലീലകളും എന്ത് റോളിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛാനുസരണത്തില് ഭഗവാൻ ഏത് റോളും അക്സെപ്റ്റ് ചെയ്യും. ഭഗവാൻ ഈ അർജുനന്റെ സാരഥിയായി വന്നു അല്ലെ. യശോദമ്മയുടെയും നന്ദന്മാരുടെയും മകനായിട്ട് വന്നു. ഗോപികുമാരുടെ ലവറായിട്ട് വന്നു. ഏത് റോളും ഭഗവാൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഭഗവാനെ കുറച്ച് കാണണം എന്നില്ല, കുറച്ച് കാണാൻ പാടില്ല. So when the Lord himself appears amongst us as Rama, Narasimha, Varaha, or in his original form as Krishna, he performs many wonderful acts
which are humanly impossible. സാധാരണ ആൾക്കാർക്ക് പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഭഗവാൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഗോവർദ്ധൻ ലീല 7 ദിവസം അല്ലേ, ഭഗവാൻ ഗോവർദ്ധൻ അവിടെ എടുത്ത് കയ്യിലെ ചെറുവരല് പൊക്കിപ്പിടിച്ചു. വരാഹന്റെ അവതാരം, or in his original form as Krishna, he performs many wonderful acts which are humanly impossible. അങ്ങനെ ഒരുപാട് അവതാരത്തിൽ ഭഗവാൻ സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് പറ്റാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. As we shall find in the 10th canto of this great literature, Lord Sri Krishna exhibited his humanly impossible activities even from the days of his lying on the lap of his mother. ജനിച്ചിട്ട് 6 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ പൂതനാവധം കഴിഞ്ഞു. അമ്മയുടെ മടിയിൽ കിടക്കുന്ന പ്രായമാണ്. ഓക്കെ, അപ്പൊ തന്നെ തുടങ്ങി ലീലകള്. He killed the Putana witch, although she smeared her breast with poison just to kill the Lord. ഭഗവാനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് തന്റെ സ്ഥാനത്തില് വിഷം പുരട്ടിയിട്ട് വന്നത്, ഭഗവാനെ കൊല്ലാൻ വേണ്ടി മാത്രം. പക്ഷെ ആ ചെറുപ്രായത്തില് ഭഗവാൻ പൂതനയെ കൊന്നു. The Lord sucked her breast like a natural baby and he sucked out her very life also. ആ ജീവൻ മുഴുവനെ എടുത്തു, പാല് കുടിക്കുന്ന ആ ഒരു ലീല കാണിച്ചിട്ട്. Similarly, he lifted the Govardhana hill, just as a boy picks up a frog's umbrella and stood several days continuously just to give protection to the residents of Vrindavan. So, വ്രജവാസികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ദ്രന്റെ അട്രോസിറ്റീസ് ഓക്കെ 7 ദിവസം ഗോവർദ്ധന പർവ്വതം പൊക്കിപ്പിടിച്ചു. So these are some of the superhuman activities of the Lord described in the authoritative Vedic literatures like the Puranas, Itihasas, histories and Upanishads. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലീലകള് നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പിന്നെ ഉപനിഷത്തുകളിലും നമുക്ക് കാണാൻ പറ്റും. So he has delivered wonderful instructions in the shape of Bhagavad Gita. അർജുനന് ഭഗവത് ഗീത ഉപദേശിച്ചു കൊടുത്തു. ഇത്രയും ഒരു ഫിലോസഫിക്കൽ, ഒരു സിദ്ധാന്തപരമായിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ലിറ്ററേച്ചർ വേറെ എവിടെയും കാണില്ല ഈ ഭൂമുഖത്ത്. അത്രയും ടോപ്പ് മോസ്റ്റ് ഫിലോസഫിക്കൽ ലിറ്ററേച്ചറാണ്, സിദ്ധാന്തമുള്ള ഒരു ലിറ്ററേച്ചറാണ് ഭഗവത് ഗീത. അപ്പൊ അതിന് ഇന്ന മതം, ഇന്ന ജാതി, ഇന്ന ക്രീഡ് ഇങ്ങനൊന്നുമില്ല. ആ എല്ലാവർക്കും ഈക്വലി അപ്ലിക്കബിൾ ആണ്. മാനവരാശിക്ക് ഒരു പ്രത്യേക ധർമ്മത്തിൽ ഒരു മതവിഭാഗത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഈക്വലി അപ്ലിക്കബിൾ ആണ് ഭഗവത്ഗീതയിലെ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളെല്ലാം. So he has shown marvelous capacities as a hero, as a householder, as a teacher, and as a renouncer. He is accepted as the Supreme Personality of Godhead by such authoritative personalities as Vyasa, Devala, Ashita, Narada, Madhava, Shankara, Ramanuja, Sri Chaitanya Mahaprabhu, Jiva Goswami, Vishwanath Chakravarti, Bhakti Siddhanta Saraswati, and all other authorities of the life. But ye personalities allam, ye great personalities allam Bhagwante ആ സുപ്രീം ഗോഡ്ഹുഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുനൻ തന്നെ പറയുന്നതാണ്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭം ആഹുസ്തം ഋഷയ സർവേ ദേവർഷി നാരദസദ ആഷിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ പ്രവീശി. ഓക്കെ, വ്യാസനും ദേവലിനും അഷിതനും നാരദനും ഇവരെല്ലാം പറയുന്നുണ്ട്. അങ്ങ് മാത്രമല്ല, ഈ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് എല്ലാം അങ്ങ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണെന്ന് പറയുന്നു. അത് മാത്രമല്ല, സ്വയം ചെയ്വ അങ്ങും, അതായത് ഞാൻ സുപ്രീം പേഴ്സൺ ആണെന്ന് ഉദ്ഘോഷിക്കുന്നു. ഇവിടെ പ്രഭുപാദര് എന്താണ് പറയുന്നത്? വ്യാസനും ദേവലൻ നാഷിത നാരദ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരുടെ പേരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഇത് സമ്മതിച്ചു കൊടുക്കുന്നു, സമ്മതിച്ചു തരുന്നു. അതായത് ഈ കൃഷ്ണൻ അതായത് വൃന്ദാവനിലെ കളിച്ചു നടക്കുന്ന ഈ ലീലകൾ ആടി നടക്കുന്ന ഈ കൃഷ്ണൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ് എന്ന് എല്ലാവരും സമ്മതിച്ചു തരുന്നു. എല്ലാം അതോറിറ്റീസ് ആണ്. ഇവരെല്ലാം ഓർഡിനറി ആൾക്കാരല്ല, നമ്മളെപ്പോലുള്ള ആൾക്കാരല്ല. ഇവരെല്ലാം ശുദ്ധ ഭക്തന്മാരാണ്, ഭഗവാൻ തന്നെ പാർഷദന്മാരാണ്. So he himself has declared as much in many places of the authentic literatures. And yet there is a class of men with demonic mentality
are always reluctant to accept the Lord as the supreme absolute truth. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഇവർ ഇത്രയും മഹാജനങ്ങള് ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഭഗവാന്റെ ആ ഭഗവത്വം, ആ സുപ്രീം പൊസിഷൻ. എന്നാലും ഒരുപാട് ആൾക്കാര് ഇതിനെ വിശ്വസിക്കുന്നില്ല, ഇതിനെ മാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? ദിസ് ഈസ് പാർഷ്യലി ഡ്യൂ ടു ദർ പുവർ ഫണ്ട് ഓഫ് നോളേജ് എന്നാണ്, അവരുടെ അജ്ഞത കാരണമാണ്. ആൻഡ് പാർഷ്യലി ഡ്യൂ ടു ദർ സ്റ്റബേൺ ഒബ്സ്റ്റിനസി, അവരുടെ വാശി, അഡമൻസി, ഒബ്സ്റ്റിനസി കാരണമാണ്. വിച്ച് റിസൾട്ട്സ് ഫ്രം വേരിയസ് മിസ്ഡീഡ്സ് ഇൻ ദ പാസ്റ്റ് ആൻഡ് പ്രസന്റ്, അവരുടെ പൂർവ്വജന്മത്തിലുള്ള പാപകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലും അതിന്റെ ഫലമായിട്ടുമാണ് അവർക്ക് ഭഗവാനെ വിശ്വാസമില്ലാതെ അത് നിരീശ്വരവാദികളായിട്ട് ഇവിടെ കഴിയേണ്ടി വരുന്നത്. അവർ കർമ്മഫലമാണ്, അവർ കർമ്മമാണ് ഭഗവാനെ വിശ്വസിക്കാത്ത ആ ഒരു സ്റ്റാറ്റസിൽ ജനനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. സച്ച് പേഴ്സൺസ് കുഡ് നോട്ട് റെക്കഗ്നൈസ് ലോർഡ് ശ്രീകൃഷ്ണ ഈവൻ വെൻ ഹി വാസ് പ്രസന്റ് ബിഫോർ ദം. അപ്പോൾ ദ്വാപര യുഗത്തിലെ ഭഗവാൻ ഇവിടെ ഫിസിക്കലി പ്രസന്റ് ആയിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഭഗവാനെ കണ്ടിട്ടുണ്ട്, ഭഗവാനായിട്ട് ഇടപഴകിയിട്ടുണ്ട്. പക്ഷെ അതിൽ പല ആൾക്കാർക്കും ഭഗവാന്റെ ആ പൊസിഷൻ മനസ്സിലായിട്ടില്ല. ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനാണ്, ഈ ശ്രീകൃഷ്ണൻ ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. Another difficulty is that those who depend more on their imperfect senses cannot realize him as the Supreme Lord. വേറൊരു കാര്യം എന്താ, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഇന്ദ്രിയങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ബുദ്ധി അതുപോലെയാണ്. അപ്പോൾ നമ്മളുടെ ബുദ്ധി എന്താണ് പറയുന്നത്, ഓ ഇതെങ്ങനെയാണ്, ഈ ചെറിയ പയ്യൻ ഭഗവാനാണോ? അത് ഒരിക്കലും നടക്കില്ല. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അതോറിറ്റീസിനല്ല നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. സച്ച് പേഴ്സൺസ് ആർ ലൈക്ക് ദ മോഡേൺ സയന്റിസ്റ്റ്. അപ്പൊ ആധുനിക സമയത്തെ എന്താണ് സയന്റിസ്റ്റുമാരായിട്ടാണ് അങ്ങനത്തെ ആൾക്കാരെ ഇവിടെ പ്രഭുപാദ ഉപമിച്ചിരിക്കുന്നത്. They want to know everything by their experimental knowledge, but it is not possible to know the Supreme Person by imperfect experiment knowledge. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഈ ജ്ഞാനം, ഞാൻ പല ക്ലാസ്സും പറഞ്ഞിട്ടുണ്ട്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ജ്ഞാനികളുടെ മാർഗമാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെരിമെന്റൽ നോളജ് ആണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ബലത്തിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്, പരീക്ഷണം ചെയ്യാണ്. അതിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്, അതാണ് ജ്ഞാനികളുടെ ജ്ഞാനം. മറ്റേത് ഡിസെൻഡിങ് ആണ്, അതോറിറ്റേറ്റീവ് പേഴ്സണാലിറ്റീസ്. ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കിട്ടുന്ന ഓത്തന്റിക് ആയിട്ടുള്ള ആ ഒരു ജ്ഞാനമാണ് നമ്മൾ ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സോ നമ്മളുടെ സെൻസസ് എല്ലാം ഇംപെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്വന്തം എക്സ്പെരിമെന്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് കിട്ടുന്ന ആ നോളജും ആ ജ്ഞാനവും ഇംപെർഫെക്റ്റ് ആയിരിക്കും. We claim to observe everything and anything, but we must admit that we can observe things under certain material conditions only, which are also beyond our control. The Lord is beyond the observation of sense perception. When Kunti accept this deficiency of the conditioned soul, especially of the women class, പ്രത്യേകിച്ചിട്ട് സ്ത്രീ കാറ്റഗറി, കാരണം അവരെ സാധാരണ സ്ഥിതിയിൽ അവരെ ഒരു അങ്ങനെ കൂടുതൽ ഒരു ഫിലോസഫി ആയിട്ടോ സിദ്ധാന്തത്തിന്റെ ആ കാര്യങ്ങൾ ഇടപെടാത്ത ആൾക്കാരെ കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള വഴിയില്ല. പക്ഷെ അറിയാണ്ട് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊന്നും അറിയാണ്ട് എങ്ങനെയാണ് കുന്തി മഹാറാണി ഭഗവാനെ പുകഴ്ത്തുന്നത്, സ്തുതിക്കുന്നത്? കാരണം ആ കഴിവ് ഭഗവാന്റെ അനുഗ്രഹം. അപ്പോ കുന്തി മഹാറാണിയുടെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെ പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ജ്ഞാനം. അങ്ങനെയാണ് കുന്തി മഹാറാണിക്ക് ഭഗവാനെ സ്തുതിക്കാനും പുകഴ്ത്താനും പ്രശംസിക്കാനും കഴിയുന്നത്. അല്ലാണ്ട് പറ്റില്ല, ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല. സ്വന്തം കഴിവുകൊണ്ടല്ല അവിടെ കുന്തി മഹാറാണി ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് കുന്തി മഹാറാണിയുടെ ആ ഹ്യൂമിലിറ്റി, ആ വിനമ്രതയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഒരു സ്ത്രീ ജാതിയാണ്, എനിക്ക് അതിനുള്ള ആ സിദ്ധാന്തമൊന്നും അറിയില്ല, എനിക്ക് കഴിവില്ല. അതുകൊണ്ടാണ് അവിടെ അജ്ഞത എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അജ്ഞതയാണെങ്കിൽ എങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നു? അത് ഭഗവാന്റെ മേഴ്സി, ഭഗവാന്റെ കരുണ കാരണമാണ്, ഭഗവാന്റെ അനുഗ്രഹം കാരണമാണ് ആ കുന്തി മഹാറാണിക്ക് ഭഗവാനെ സ്തുതിക്കാൻ പറ്റുന്നത്. So less intelligent. For less intelligent man, there must be such things as temples, mosques,
or churches so that they may begin to recognize the authority of the Lord and hear about him from authorities in such holy places. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, അതായത് ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം അവിടെ ചെന്ന് ആധ്യാത്മിക തലത്തിലുള്ള ആ വിജ്ഞാനം നമുക്ക് നേടിയെടുക്കണം, അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാരിൽ നിന്ന്. ഫോർ ലെസ് ഇന്റലിജന്റ് മാൻ ദിസ് ബിഗിനിങ് ഓഫ് സ്പിരിച്വൽ ലൈഫ് ഈസ് എസെൻഷ്യൽ. തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് തുടങ്ങണം. നമുക്ക് നമ്മുടെ സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ല, ഓക്കെ, നമുക്ക് അതിനുള്ള അറിവില്ല. അപ്പൊ നമ്മള് അതോറിറ്റീസിന്, ശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കേൾക്കണം. അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിലും, അപ്പൊ ഇതെല്ലാം സ്പിരിച്വൽ എഡ്യൂക്കേഷൻ തരുന്ന സ്ഥലങ്ങളാണ്, സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് എന്നീ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ഇതെല്ലാം ഈ നോളജ് ആർജിച്ചെടുക്കാൻ നോക്കണം എന്നാണ് പറയുന്നത്. And only foolish men decry the establishment of such places of worship, which are required to raise the standard of spiritual attributes for the mass of people. അപ്പൊ ചില ആൾക്കാർ ഇന്നത്തെ കാലത്ത് പറയും, എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പോണത്, എന്തിനാണ് മോസ്കിൽ പോണത്, അല്ലെങ്കിൽ എന്തിനാണ് ചർച്ചിൽ പോണത്, അതൊക്കെ വെറുതെ ബേസാണ്. ഇത്രയും ഗോർജിയസ് ടെമ്പിൾസും ചർച്ചസും ഇതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ആവശ്യം എന്നാണ്. അതുകൊണ്ട് പാവങ്ങളെ ഫീഡ് ചെയ്തുകൂടെ? പാവങ്ങളുടെ അവരുടെ ഇല്ലായ്മ നിവാരണം ചെയ്തുകൂടെ എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, നമുക്ക് ഭൗതിക തലത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യണമെന്നുണ്ട്. അതേപോലെ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ആ എഡ്യൂക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മള് മൃഗങ്ങളായിട്ട് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പിരിച്വൽ എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കും കിട്ടണം. So for less intelligent person, bowing down before the authority of the Lord, as generally done in the temples, mosques and churches, is as beneficial as it is for the advanced devotees to meditate upon him by active service. അപ്പൊ എങ്ങനെയാണോ മൂഢന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും ഭഗവാനെ നമസ്കരിക്കുന്നത്, പ്രണാമം ചെയ്യുന്നത്, അതേപോലെ തന്നെ അഡ്വാൻസ് ഡിവോട്ടീസും ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു? ബൈ ആക്റ്റീവ് സർവീസ്, ഭഗവാനെ സേവനം ചെയ്തിട്ട്. അപ്പൊ നമ്മളും ആ തലത്തിലേക്ക്, ആ പവിത്രമായിട്ടുള്ള തലത്തിലേക്ക് നമ്മളും ഉയരണം. ആരുടെ കാൽപാദങ്ങൾ പിന്തുടർന്ന്? ശുദ്ധ ഭക്തന്മാരുടെ കാൽപാദങ്ങൾ പിന്തുടർന്ന്. അങ്ങനെ നമ്മളും ആ തലത്തിലേക്ക് എത്തിയാൽ നമുക്കും ഭഗവാനെ നേർക്കുനേരെ കാണാൻ പറ്റും. മഹാജനോ ഏന ഗതാസ പന്ഥ എന്നാണ് പറയുന്നത്. മഹാജനങ്ങളുടെ ആ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്താണ് പറയുന്നത് അത് കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യല്ല ചെയ്യേണ്ടത്. അപ്പോൾ മഹാജനങ്ങളുടെ ആ പാത നമ്മൾ പിന്തുടർന്നാൽ നമുക്കും ആ ശുദ്ധഭക്തനായിട്ട് മാറാൻ പറ്റും, ഭഗവാനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റും എന്നാണ് കുന്തിമാരായുടെ ഈ സ്തുതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ 18, 19 2 ശ്ലോകങ്ങൾ എടുത്തു. 20ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. गो प्रेमानंदे. हरि हरि बोल. सॉरी, 10